ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തൻഷിക് വേൾഡ്. ഇന്ന് വന്നിരിക്കുന്നത് നല്ല രുചികരമായിട്ടുള്ള ഒരു ബ്രെഡ് പോളയുടെ റെസിപ്പി ആയിട്ടാണ്. ബ്രെഡും മുട്ടയും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. പല രീതിയിലും നമ്മൾ പോള തയ്യാറാക്കാറുണ്ട്. എന്നാൽ ഈ ഒരു ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ള പോളയുണ്ടല്ലോ, അടിപൊളി രുചിയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു എഗ് ബ്രെഡ് പോള തയ്യാറാക്കിയിരിക്കുന്നതെന്ന് കണ്ടു നോക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അധികം സോഫ്റ്റായിട്ട് വരുന്നത് വരെ വഴറ്റണമെന്നില്ല. അല്പം ഒന്ന് ക്രഞ്ചി ആയിട്ടാണ് വേണ്ടത്. ഈ സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സവാള ഇങ്ങനെ കടിക്കുന്നത് ഇഷ്ടമല്ല എന്നാണെങ്കിൽ നന്നായിട്ട് തന്നെ വഴറ്റി കൊടുത്തോളൂ. ഞാനിവിടെ അധികം വഴറ്റിയെടുക്കുന്നില്ല, അധികം സോഫ്റ്റാക്കി എടുക്കുന്നില്ല. ഈ സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാലപ്പൊടിക്ക് പകരം വേണമെങ്കിൽ ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ മസാലയുടെയും ആ ഒരു റോ ടേസ്റ്റൊക്കെ മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ പപ്സൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ഒരു മസാല ഉണ്ടല്ലോ, അതേ മസാല തന്നെയാണിത്, അതേ ടേസ്റ്റ് തന്നെയാണ് ഈ മസാലക്കുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ മസാല അല്പം ഒന്ന് വെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. വെള്ളം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത ശേഷം ഒന്ന് അടച്ച് വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മസാല നമുക്ക് കിട്ടും. അധിക നേരമൊന്നും അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. 2 മിനിറ്റ് നേരത്തേക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്താൽ മതി. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ മസാലയുടെ പാകത്തിന് തന്നെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, ഇത് മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂട് പോകാനായിട്ട് ഇവിടെ മാറ്റി വെക്കാം. ഈ സമയത്ത് ഞാനിവിടെ 6 പീസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡിൻ്റെ സൈഡൊക്കെ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇനി വേറൊരു പാത്രത്തിലോട്ട് ഞാൻ 3 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മുട്ട നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. നന്നായിട്ടൊന്നിങ്ങനെ ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ബീറ്ററോ വെച്ചിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതാണ്. ഒപ്പം തന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്ത ശേഷം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പാലാണ്. പാലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ 1 മുട്ട കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ ക്വാണ്ടിറ്റി കുറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് പാല് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അധികം പാല് ചേർത്ത് കൊടുക്കണ്ട, കുറച്ച് പാല് മാത്രം ചേർത്താൽ മതി. അധികം ലൂസായി പോകാൻ പാടില്ല. അല്പം കട്ടിയിലാണ് നമുക്ക് വേണ്ടത്. ഇതിവിടെ മാറ്റി വെക്കാം. ഇനി ഒരു സോസ് പാനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. സോസ് പാനിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയൊരു പാൻ ഉണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ വശങ്ങളിലൊക്കെ നല്ലതുപോലെ തന്നെ എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ബ്രെഡ് പീസസ് ഉണ്ടല്ലോ, അത് ഈ മുട്ടയിൽ നല്ലതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത ശേഷം ഈ സോസ് പാനിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. അല്പം ഒന്നിങ്ങനെ കയറ്റിയിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത്. കാരണം നമുക്കിതിലോട്ട് ഫില്ലിങ്സ് ഒക്കെ വെച്ച് നിറച്ച് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇതുപോലെ വേണം ബ്രെഡ് പീസസ് വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ബ്രെഡ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഈ ഗ്യാപ്പൊക്കെ നന്നായിട്ട് ഫില്ലായി കിട്ടണം, അത്രയേ ഉള്ളൂ. ഇനി ഒരു ബ്രെഡ് സ്ലൈസ് കൂടി ഞാനിവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മസാലയാണ്. നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ലെയറായിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാ മസാലയും ഇവിടെ തന്നെ ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ 2 ലെയറായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പകുതി മസാല ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 3 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലും വലിയ പീസസ് ആയിട്ടാണ് വേണ്ടതെങ്കിൽ അതുപോലെ കട്ട് ചെയ്താൽ മതി. ഈ മുട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ വെച്ച് കൊടുക്കാവുന്നതാണ്. അതല്ല ബീഫ് വേണമെങ്കിൽ ബീഫ് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബ്രെഡ് പീസസ് വെച്ച് കൊടുക്കാം. 2 മുട്ട കൂടി ഞാനിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആ മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ടാണ് ബ്രെഡ് പീസസ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. മസാല ഒട്ടും തന്നെ കാണാത്ത വിധത്തിൽ നല്ലതുപോലെ തന്നെ കവർ ചെയ്തെടുക്കണം.
നന്നായിട്ട് ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യുന്നത് പോലെ നല്ലതുപോലെ തന്നെ ഇങ്ങനെ ബ്രെഡ് പീസസ് വെച്ച് കൊടുക്കാം. ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ വെച്ച് കൊടുത്താലും മതി. ഇത് നമ്മൾ കുക്കായിട്ട് വരുമ്പം ഇതിങ്ങനെ വെച്ച് കൊടുക്കുന്നത് മനസ്സിലാവില്ല, അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ ആദ്യം നന്നായിട്ട് മസാല പുറത്ത് കാണാത്ത വിധത്തിൽ നല്ലതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ഇതാ ഞാനിവിടെ നല്ലതുപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പാച്ചില കൊണ്ട് നന്നായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ഈവനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള മുട്ട ഒഴിച്ചു കൊടുക്കാം. രണ്ടാമത് ബീറ്റ് ചെയ്ത സമയത്തും ഞാൻ ഈ മുട്ടയിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ബ്രെഡും മുട്ടയായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇത് കുക്കായി കിട്ടും. അപ്പോൾ ഇതിൻ്റെ അടിവശം കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം. പാന് നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം ഇത് പാനിലോട്ട് വെച്ച് കൊടുക്കാനായിട്ട്. ഡയറക്റ്റ് നമ്മൾ അടുപ്പിൽ വെച്ച് കൊടുക്കുന്നില്ല, ഒരു പാനിലാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിങ്ങനെ കവർ ചെയ്തിട്ട് 15 മുതൽ 20 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാനിലോട്ട് കുറച്ച് എണ്ണ തടവിയിട്ട് അതിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകൾ ഭാഗം കൂടി ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ കണ്ടല്ലോ, അടിവശം ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പിടിച്ചിട്ടില്ല, പാകത്തിന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒരു കളർ കിട്ടുന്നവരെ മാത്രം നമ്മളൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം കൂടി ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വേറൊരു പാനിലോട്ട് വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. 2 മിനിറ്റ് നേരത്തേക്ക് മാത്രം അങ്ങനെ കുക്ക് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പ്ലേറ്റിലോട്ട് ഇതിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എഗ് ബ്രെഡ് പോള ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് ഇങ്ങനെ കാണുന്നത് കുരുമുളക് പൊടിയാട്ടോ. കുരുമുളക് പൊടി ഞാൻ കുറച്ചിങ്ങനെ ക്രഷ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മറിച്ച് വെച്ചിട്ടോ തിരിച്ച് വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ മറിച്ച് വെച്ചിട്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇത് 2 ലെയറിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ഹൈറ്റിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. ഇതിപ്പോൾ ഞാനിതിലേക്ക് മുട്ടയുടെ മസാലയാണല്ലോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു നല്ലൊരു പപ്സിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റും മണവുമാണ് കിട്ടുന്നത്. അതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീറ്റായിട്ട് വേണമെങ്കിൽ അങ്ങനെ തയ്യാറാക്കാം. പഴവും അവിലും തേങ്ങയൊക്കെ വെച്ച് ശർക്കരയൊക്കെ ചേർത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഒരു മസാലയിൽ തയ്യാറാക്കിയെടുക്കാം. ഇനി അതല്ല ചിക്കൻ ഫ്രൈ ചെയ്തിട്ട്, ബോൺലെസ് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് അത് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു പോള തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇതിങ്ങനെ ഒരു പീസ് മാത്രം കഴിച്ചാൽ മതി നമ്മുടെ വയറ് ഫുള്ളാവാനായിട്ട്. അപ്പോൾ ഇതുവരെ ഇതുപോലൊരു പോള തയ്യാറാക്കിയിട്ടില്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസായിട്ട് അറിയിക്കാനും മറക്കരുത്. അതുപോലെ ഈ ഒരു ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനാബിൾ ചെയ്തിട്ടേക്കണേ. അങ്ങനെയാകുമ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.